ശബരിമല മണ്ഡലപൂജയ്ക്ക് ചാർത്തുന്നതിനുള്ള തങ്ക അങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. വിവിധ ക്ഷേത്രങ്ങളിലെയും ഭക്തസംഘടനകളുടെയും സ്വീകരണം ഏറ്റുവാങ്ങി ബുധനാഴ്ച വൈകിട്ട് സന്നിധാനത്തെത്തും. വിശദാംശങ്ങളുമായി ശ്രീജി ചേരുകയാണ്. ശ്രീജി, മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്രയ്ക്ക് കടന്നുപോകുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. ആറന്മുളയിൽ നിന്ന് കോഴഞ്ചേരി തെക്കേമല വഴി കാരംവേലിയിലെത്തിയ ഘോഷയാത്ര ഇലന്തൂർ ഇലവന്തിട്ട വഴി രാത്രിയിൽ ഓമല്ലൂരിലെത്തും. ഇന്ന് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലും നാളെ കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലും 24-ന് പെരുനാട് ശാസ്താ ക്ഷേത്രത്തിലും രാത്രി വിശ്രമിക്കുന്ന തങ്കയങ്കി ഘോഷയാത്ര ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ 75ഓളം കേന്ദ്രങ്ങൾ സന്ദർശിച്ച് 25-ന് സന്നിധാനത്ത് എത്തും. അയ്യപ്പ സന്നിധിയിൽ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1973-ൽ നടക്കിവെച്ചതാണ് 420 പവൻ വരുന്ന തങ്കയങ്കി. പോലീസിന്റെ ശക്തമായ സുരക്ഷയിൽ രഥഘോഷയാത്രയെ അഗ്നിശമന സേന ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും അയ്യപ്പ ഭക്തരും അനുഗമിക്കുന്നുണ്ട്. 25-ന് വൈകിട്ട് സന്നിധാനത്ത് അങ്കി ചാർത്തി ദീപാരാധന നടക്കും. 26-നാണ് മണ്ഡലപൂജ നടക്കുക. ശ്രീജിയാണ് വിശദാംശങ്ങൾ നൽകിയത്.